പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജയൻ്റെ മകൾ വീണ ഇഡിയുടെ ചോദ്യമുനയിലാണല്ലോ കഴിഞ്ഞ മെയ് 27 മുതൽ. മെയ് 27-ന് വിജയൻ്റെയും വീണയുടെയും വീട് ഇഡി റെയ്ഡ് ചെയ്തു. അതിനുശേഷം 2 ആഴ്ചയ്ക്ക് മുമ്പ് വീണയെ വിളിച്ച് ഏതാണ്ട് 8-9 മണിക്കൂർ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്ത വീണയെ പിന്നീട് 29-ാം തീയതി ഒന്നുകൂടി ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ 25-ാം തീയതിയാണ് എന്നാണ് എൻ്റെ ഓർമ്മ, വീണയെ വീണ്ടും ഇഡി വിളിപ്പിക്കുകയും ഏതാണ്ട് 8-9 മണിക്കൂറുകൾ ചോദ്യം ചെയ്യുകയും ചെയ്തു. ചോദ്യം ചെയ്ത് വിട്ടതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒന്നുകൂടി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണയെ വിട്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ പശ്ചാത്തലത്തിൽ ഇഡിയുടെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് ചില നിരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയുമായി എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മളിതിൻ്റെ ക്രോണോളജി ഒന്ന് നോക്കിയേ. മെയ് 26-ന് ഈ മാസപ്പടി കേസിൽ ഇഡി അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന് ഹൈക്കോടതിയുടെ വിധി വരുന്നു. മെയ് 27-ന് തന്നെ വീണയുടെയും വിജയൻ്റെ മരുമകൻ്റെ വീട്ടിലുമൊക്കെ ആയിട്ട് റെയ്ഡ് നടക്കുന്നു. പിന്നീട് ആ ആക്രമണ കോലാഹലങ്ങളൊക്കെ ഇവിടെ ഉണ്ടായതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണയെ വിശദമായി ഇഡി ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിപ്പിക്കുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ ആ ചോദ്യം ചെയ്യലിന് മുമ്പ് തന്നെ നമുക്കറിയാം, ഈ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കരിമണൽ കർത്താവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ പോകുന്നു. ഡിവിഷൻ ബെഞ്ച് അത് തള്ളുന്നു. അതിനെ തുടർന്നിട്ടാണ് വീണയെ പിന്നീട് ചോദ്യം ചെയ്യാൻ വിളിച്ചത്. അതിനിടയിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFIO തിരുവനന്തപുരം എറണാകുളം അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതി 7-ൽ സമർപ്പിച്ച 136 രേഖകൾ ഇഡി ആവശ്യപ്പെടുന്നു. അത് കോടതി അവർക്ക് കൊടുക്കുന്നു. ആ രേഖകൾ പൂർണ്ണമായി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇഡി വീണയെ വിശദമായി 8-9 മണിക്കൂർ ചോദ്യം ചെയ്യുന്നു. അന്ന് 29-ാം തീയതി വരാൻ പറയുന്നു. പക്ഷേ അതിന് മുമ്പ് 24-ന് വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരിക്കുന്നു. ഇനി ഒന്നുകൂടി ചോദ്യം ചെയ്യും എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ അടുത്ത കാലത്തെ ക്രോണോളജി. സുഹൃത്തുക്കളെ, ഞാനിന്ന് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ വിഷയത്തിൽ ഇനിയുള്ള 2-3 ആഴ്ചക്കാലം എന്താണ് നടക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ചിട്ടാണ്. സുഹൃത്തുക്കളെ, എനിക്കതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്, അടുത്ത മാസം ആദ്യത്തെ 2 ആഴ്ചയ്ക്കുള്ളിൽ വീണയുടെ അച്ഛൻ വിജയൻ ഇഡിയുടെ ചോദ്യമുനയിലെത്തും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതായത് അടുത്ത മാസത്തെ 2 ആഴ്ചയ്ക്കുള്ളിൽ, ആദ്യത്തെ 2 ആഴ്ചയ്ക്കുള്ളിൽ വിജയൻ, പിണറായി വിജയൻ എന്ന വിജയൻ, കേരളത്തിൻ്റെ 10 വർഷക്കാലത്തെ മുഖ്യമന്ത്രി, 16 വർഷക്കാലത്തെ സംസ്ഥാന സെക്രട്ടറി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അയാൾ ഇഡിയുടെ മുന്നിൽ ചോദ്യം ചെയ്യലിന് വിധേയനാവേണ്ടി വരും എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ള ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ അന്വേഷണത്തിലേക്ക് ഏറെ താമസിയാതെ തന്നെ CBIയും വരാൻ വളരെയധികം സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത 1-2 ആഴ്ചക്കുള്ളിൽ വിജയൻ ചോദ്യം ചെയ്യപ്പെടും, CBIയും വരും. ഇതാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, നമ്മൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യേണ്ട രീതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അവരാദ്യം വീണയെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു. വീണയെ വിളിച്ച് ആദ്യം ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് അവർ വേറെ ചില ചോദ്യം ചെയ്യലുകൾ നടത്തി. ആ ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത്, ഈ കരിമണൽ കർത്താവിൻ്റെ ഭാര്യ, അവരെ ചോദ്യം ചെയ്തു. കരിമണൽ കർത്താവിൻ്റെ മകനെ ചോദ്യം ചെയ്തു. കരിമണൽ കർത്താവിൻ്റെ മകളെ ചോദ്യം ചെയ്തു. കരിമണൽ കർത്താവിൻ്റെ മരുമകനെ ചോദ്യം ചെയ്തു. അവരെ എല്ലാവരും, അതുപോലെ തന്നെ എനിക്കൊന്ന് 1-2 പേരെയും കൂടെയാണ് ചോദ്യം ചെയ്യാൻ ഉള്ളത്. അത് അവരുടെ ഓഡിറ്റർമാരാണ്. ആ ഓഡിറ്റർമാർ ഒഴിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഭാര്യ, കർത്താവിൻ്റെ മകൻ, കർത്താവിൻ്റെ മകൾ, കർത്താവിൻ്റെ മരുമകൻ, അതുപോലെ തന്നെ അവിടുത്തെ CFO ആയിട്ടുള്ള K സുരേഷ് കുമാർ, അവിടുത്തെ ചീഫ് ജനറൽ മാനേജറായിട്ടുള്ള P സുരേഷ് കുമാർ, അത്രയും പേരെയും വീണയെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഇഡി ചോദ്യം ചെയ്യുകയുണ്ടായി. ആ ചോദ്യം ചെയ്തിട്ട് അവരിൽ നിന്ന് ബന്ധപ്പെട്ട അവർക്ക് ആവശ്യമുള്ള വിവരങ്ങൾ മുഴുവൻ അവർ ശേഖരിച്ചു. അതിനോടൊപ്പം തന്നെ ഈ കരിമണൽ കർത്താവിൻ്റെ ബന്ധുക്കൾ, ഈ പറഞ്ഞവർ നടത്തിയിട്ടുള്ള രൂപീകരിച്ചിട്ടുള്ള ഷെൽ കമ്പനികളുണ്ട്. ആ ഷെൽ കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ മുഴുവൻ അവരിൽ നിന്ന് ശേഖരിച്ചു. ഞാനത് പറഞ്ഞു, സസ്ജ, നിപുണ,
അതുപോലെ എംപവർ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷെൽ കമ്പനികൾ ഈ കർത്താവിൻ്റെ ബന്ധുക്കൾ രൂപീകരിക്കുന്നു. ആ രൂപീകരിച്ചിട്ട് ആ കമ്പനിയിൽ നിന്ന്, കരിമണൽ കർത്താവിൻ്റെ കമ്പനിയിൽ നിന്ന് ഈ കമ്പനിയിലേക്ക് വലിയ തുകകൾ, അവർ ഓവർ ഇൻവോയ്സ് ചെയ്തിട്ടുള്ള തുകകൾ അവർ ആ കമ്പനിയിലേക്ക് അവർ മാറ്റുന്നു. മാറ്റിയതിന് ശേഷം അവരെന്താ ചെയ്യുന്നത്? മാറ്റിയതിന് ശേഷം അവർ ആ പണം തിരിച്ച് കരിമണൽ കമ്പനിയിലേക്ക് അവർ ഒഴുക്കുന്നു. ഇതാണ് കമ്പനിയുടെ ഒരു പ്രവർത്തന രീതി. ആ പ്രവർത്തന രീതിയിൽ ഇടപെട്ടിട്ടുള്ളവരാണ് ഭാര്യ, മകൾ, മരുമകൻ മുതലായിട്ടുള്ള ആളുകൾ. അതുപോലെ തന്നെ കമ്പനിയിലെ പ്രധാനപ്പെട്ട 2 ഉദ്യോഗസ്ഥന്മാർ. അപ്പോൾ വീണയെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവരിൽ നിന്ന് വിവരങ്ങൾ എടുക്കുന്നു. അതിനുശേഷം വീണയെ ചോദ്യം ചെയ്യുന്നു. വീണയെ ചോദ്യം ചെയ്തതിന് ശേഷം 136 രേഖകൾ കോടതിയിൽ നിന്ന് കിട്ടിയത് അത് പരിശോധിക്കുന്നു. അത് പരിശോധിച്ചതിന് ശേഷം വീണയെ വീണ്ടും ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്തൊരു കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ നമുക്ക് കാണാൻ കഴിയും. അവരെങ്ങനെയാണ് വല നെയ്യുന്നത് എന്നത് വളരെ കൃത്യമായി നമുക്ക് ഈ ചോദ്യം ചെയ്യലിൻ്റെ ഒരു നടപടിക്രമം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ചെയ്തതിന് ശേഷം അവർ ഇനിയും വീണയെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള സമൻസ് അവർ കൊടുത്തിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ നടപടിക്രമങ്ങളിലൂടെ അവരെങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമ്മൾ നോക്കിയാൽ അവർ മകളെയും കടന്ന് അച്ഛനിലേക്കാണ് പോവുക എന്നത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. എൻ്റെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. അതിനിർണായകമാണ്. മകളും കഴിഞ്ഞ് അച്ഛനിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ളത് ഞാൻ എൻ്റെ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു. ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ വീണ എന്ന് പറഞ്ഞ മകൾക്ക് ഇതിനെക്കുറിച്ചിട്ടൊന്നും മറുപടികളൊന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല. പല ചോദ്യങ്ങൾക്കും നിശബ്ദതയായിരുന്നു അവരുടെ മറുപടി എന്ന് നമുക്കറിയാൻ കഴിഞ്ഞു. ആ കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. മകൾ ഈ കരാറിൽ വന്ന് പെട്ടത് തന്നെ അച്ഛൻ്റെ മകളാണ് എന്നുള്ളത് കൊണ്ടും അച്ഛൻ്റെ മകളാണ് എന്നുള്ളത് കൊണ്ടും ആണ് സേവനമൊന്നും ചെയ്യാതെ ഇവർക്ക് 2,78,00,000 രൂപ കൊടുത്തതെന്നും അച്ഛനിൽ നിന്ന് മകളിലേക്ക് ഈ പണം പോകുന്ന സമയത്തിന് സമാന്തരമായിട്ടുള്ള സമയത്ത് കരിമണൽ കമ്പനിക്ക് സംസ്ഥാന സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നുവെന്നും ആ ആനുകൂല്യങ്ങൾക്കുള്ള ഉപകാര സ്മരണ എന്നുള്ള നിലയിലാണ് വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വിജയൻ്റെ മകളായിട്ടുള്ള വീണയ്ക്ക് ഈ പണം കൊടുത്തിരുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ മുൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. ഏതാണ്ട് അതാണ് ഇപ്പോൾ അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം എന്താ? മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറയുന്നത് 2019 മുതൽ 2023 വരെ കരിമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുള്ള ഒരു തീരുമാനത്തിന് വിരുദ്ധമായി, ആ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇതാണ്: ലെറ്റർ നമ്പർ SPAC/37/GP/2017 CCOM ഡേറ്റഡ് 19/3/2019 ഫ്രം മിനിസ്ട്രി ഓഫ് മൈൻസ് GOI. ആ 2009 ആ കത്തെന്ന് പറയുന്നത് പൊതുമേഖലയിൽ മാത്രമേ കരിമണൽ ഖനനം നടത്താൻ പാടുള്ളൂ എന്നുള്ളതായി. അത് സംബന്ധിച്ച് എന്നാൽ ആ കത്ത് സംബന്ധിച്ച് തീരുമാനം കേരളത്തിലെ വ്യവസായ വകുപ്പ് എടുത്ത എപ്പോഴാണെന്നറിയാവോ? 18/12/2023. അതിൻ്റെ 6ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ഇൻ ദിസ് കണക്ഷൻ മിനിസ്ട്രി ഓഫ് മൈൻസ് വൈഡ് ലെറ്റർ റെഡ് 11th above, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കത്ത് above, informed that those notification implied that all existing mineral concession of beaches and minerals are above threshold value and attracts provision of Rule 5(1) of AMCR 2016. AMCR 2016 എന്ന് പറഞ്ഞാൽ Atomic Mineral Concession Rules 2016. അതിന് മുകളിലാണ്, അതിൽ പറയുന്ന ത്രഷോൾഡ് ലെവലിന് മുകളിലാണ് ഇത് എന്നുള്ളത് കൊണ്ട്, which stipulates that where grade of atomic minerals is equal to or above the threshold value, the mining lease can invariably be granted to a government company or corporation owned by the government only. അതായത് 2016 ആറ്റമിക് മിനറൽ കൺസെഷൻ റൂളിലെ 5(1) വകുപ്പ് പറയുന്നത് ഖനനം ചെയ്തെടുക്കുന്ന ആ മിനറൽസ്, അതിൻ്റെ ഗ്രേഡ് ആറ്റമിക് മിനറൽസിന് തുല്യമോ അതിൽ മുകളിലോ ആണെങ്കിൽ
അവിടെയെല്ലാം ഖനനത്തിലുള്ള അവകാശം സർക്കാർ കമ്പനിക്കോ ഒരു കോർപ്പറേഷൻ, സർക്കാർ ഓൺ ചെയ്യുന്ന ഒരു കോർപ്പറേഷനോ കൊടുക്കാൻ പാടുള്ളൂ. Ministry of Mines (GOI) has directed the state government to prematurely terminate all existing mineral concessions of beach sand minerals held by private persons, companies, as per the provisions of Section 4A1 and 4A3 of MMDR Act 1957. അതുകൊണ്ട് തന്നെ ഖനന മന്ത്രാലയം പറയുന്നത് ഏതൊക്കെ സ്വകാര്യ ആളുകൾക്ക് ഈ കരിമണൽ ഖനനം ചെയ്യുന്നതിന് ഇതുപോലെ അനുവാദം കൊടുത്തിട്ടുണ്ടോ അതെല്ലാം തന്നെ ഉടനടി റദ്ദാക്കണം. അത് 1957 MMDR എന്ന് പറഞ്ഞ ആക്ടിലെ സെക്ഷൻ 4.1 സെക്ഷൻ 4.1A3 പ്രകാരം ചെയ്യണം എന്ന് പറയും. സുഹൃത്തുക്കളെ, ഈ കത്ത് പിണറായി സർക്കാരിന് കിട്ടിയത് 2019 മൂന്നാം മാസം 19-ാം തീയതിയാണ്. ഇത് 19-ൽ വന്നെങ്കിലും ഈ കത്ത് സംബന്ധിച്ച് ഈ ഖനനാവകാശം വിജയൻ സർക്കാർ റദ്ദാക്കിയപ്പോഴാണെന്നറിയാമോ? 18/12/2023. അപ്പോൾ സംഗതി വളരെ ലളിതമാണ്. എന്താണ്? 2019-ൽ പൊതുമേഖലയിൽ മാത്രമേ ഖനനം നടത്താൻ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നു. 2019-ൽ 2023 വരെ വിജയൻ അത് നീട്ടിക്കൊടുക്കുന്നു. 2023-ലാണ് വിജയൻ അത് റദ്ദാക്കുന്നത്. അപ്പം 19 കഴിഞ്ഞ് 20, 21, 22, 23 4 അല്ലെങ്കിൽ 5 വർഷക്കാലം ഈ ഖനനാനുമതി സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് കരിമണൽ കർത്താവിന് വേണ്ടി പിണറായി വിജയൻ നീട്ടിക്കൊടുക്കുന്നു. അതെന്തിന് നീട്ടിക്കൊടുത്തു? ആ നീട്ടിക്കൊടുത്തത് കൊണ്ട് ആർക്കൊക്കെ നേട്ടമുണ്ടായി? ആ നേട്ടം എങ്ങോട്ടൊക്കെ പോയി? അതിലേക്ക് ED എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 2019 മുതൽ 2023 വരെ ആരാ അധികാരത്തിലിരുന്നത്? പിണറായി വിജയൻ എന്ന് പറഞ്ഞ വിജയനായിരുന്നു മുഖ്യമന്ത്രി. 2019 മുതൽ 2023 വരെ ഈ ഖനനാനുമതി നീട്ടിക്കൊടുത്തുകൊണ്ട് ആർക്കാണ് ഗുണമുണ്ടായത്? കരിമണൽ കർത്താവിനാണ്. അയാൾക്ക് ഒരു 1500 കോടി രൂപയുടെ നേട്ടമുണ്ടായി എന്നാണ് പറയുന്നത്. ആ 2019-2023 ഇടയ്ക്ക് ആണ് വിജയൻ്റെ മകളായിട്ടുള്ള വീണയ്ക്ക് ഒരു സേവനവും ചെയ്യാതെ 2,78,00,000 രൂപ കരിമണൽ കമ്പനിയിൽ നിന്ന് ലഭിച്ചത്. അപ്പോൾ സംഗതി വളരെ ക്ലിയർ അല്ലേ? അച്ഛൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അച്ഛൻ ചെയ്തു കൊടുത്തിട്ടുള്ള സേവനത്തിൻ്റെ ഭാഗമായി 10,500 കോടി രൂപയുടെ നേട്ടമുണ്ടായ കരിമണൽ കർത്താവ് ആ നേട്ടത്തിനുള്ള ഉപകാര സ്മരണയായി വിജയൻ്റെ മകൾ വീണയ്ക്ക് ഒരു സേവനവും ചെയ്യാതെ 2,78,00,000 രൂപ കൊടുത്തു. അത് ഈ പറഞ്ഞ പോലെ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മാത്രമാണ്. അതിന് മുകളിലേക്ക് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം അവർ നടത്തുന്നുണ്ട്. പക്ഷേ ഇത് അച്ഛൻ്റെ മകളായതുകൊണ്ടാണ് ഈ കമ്പനി ഇത് കിട്ടിയതെന്നും അതിൻ്റെ ഗുണം എന്തായിരുന്നും അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പം ഇതിലേക്ക് ED എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED വീണയോട് ചോദിച്ച ഒരു ചോദ്യത്തിനും അവർക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിജയനിലേക്ക് വന്നിട്ടുണ്ട്. സ്വാഭാവികമായും EDയുടെ ചോദ്യമുനമ്പിലേക്ക് വിജയൻ അടുത്ത 2 ആഴ്ചക്കുള്ളിലോ 3 ആഴ്ചക്കുള്ളിലോ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ പറയുന്ന ചോദ്യങ്ങൾക്കൊക്കെ വിജയൻ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് വിജയൻ അടുത്ത 2-3 ആഴ്ചക്കുള്ളിൽ ചോദ്യം ചെയ്യപ്പെടും, ഒരു സംശയവും വേണ്ട. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് അഴിമതിയാണ്, അഴിമതി ഇടപാടാണ് ഇത് നടന്നത്. ഇതിനകത്ത് കള്ളപ്പണ ഇടപാടിൻ്റെ വശം കിടപ്പുണ്ട്. പക്ഷേ അഴിമതി ഇടപാടാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് CBIയും ഇതിനകത്തേക്ക് വരും എന്നത് അനിവാര്യമായിരിക്കുന്നു. അവരും ഉടനടി വരാൻ പോവുകയാണ്. അതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ വീണയെ ചോദ്യം ചെയ്യുന്നതിൻ്റെ രീതി സമ്പ്രദായം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 3 ആഴ്ചക്കുള്ളിൽ അച്ഛൻ വിജയൻ, പിണറായി വിജയൻ എന്ന വിജയൻ ചോദ്യം മുനമ്പിലേക്ക് വരും. അതോടൊപ്പം തന്നെ ഈ കേസ് അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ ഒരു ട്രാജക്ടറിയും കൂടെ പുറത്തു വന്നിരിക്കുന്നതുകൊണ്ട് CBIയും അന്വേഷണത്തിലേക്ക് വരും എന്നതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുന്നത്.